അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ചരിത്രം പിറന്നിരിക്കുകയാണ്. ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനുള്ള ട്രയൽ റൺ തുടങ്ങി. വിഴിഞ്ഞം തുറമുഖം LDF സർക്കാരുകളുടെയും LDF പ്രക്ഷോഭത്തിന്റെയും നേട്ടമാക്കി അവതരിപ്പിച്ചു മുഖ്യമന്ത്രി. കരാറിലെ അഴിമതിയും ചൂഷണം തടയാനായെന്ന് ന്യായീകരണം. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി മറന്നപ്പോൾ അനുസ്മരിച്ച് കരൺ അദാനി. അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായി ജൂലൈ 11ഉം 12ഉം എഴുതി ചേർക്കപ്പെട്ടു. തുറമുഖ പ്രവർത്തനങ്ങളുടെ ട്രയൽ റൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആദ്യഘട്ട കമ്മീഷനിങ്ങിനുള്ള കൗണ്ട് ഡൗൺ ആണ്. ലക്ഷ്യമിട്ടതിന് 17 വർഷം മുൻപ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയുടെ വിജയമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ. By creating a new greenfield world-class port in the country. കരാർ ഒപ്പിട്ട് തറക്കല്ലിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പിണറായി ഒന്നും മിണ്ടിയില്ല. തുറമുഖത്തിനായി LDF സമരം ചെയ്ത് 2015-ൽ, അതായത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് യാഥാർത്ഥ്യമായെന്ന്. VS സർക്കാരിന്റെ കാലത്ത് തുറമുഖ കരാർ ഉണ്ടാകാനുള്ള സാധ്യതയെ UPA സർക്കാർ തുരങ്കം വെച്ചെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. ദീർഘമായൊരു സമരം, 212 ദിവസം നീണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്നത് ഇതിൻ്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയാണ്. അദാനിയുമായി ഉണ്ടാക്കിയ 5000 കോടി രൂപയുടെ തുറമുഖ കരാറിൽ 6000 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്ന് മുൻപ് പറഞ്ഞതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. തുടർന്ന് സംസാരിച്ച കരൺ അദാനി ചടങ്ങിൽ രാഷ്ട്രീയം കണ്ടില്ല. To Shri Shashi Tharoor ji, Honorable Member of the Parliament for Thiruvananthapuram, to the late Shri Oman Chandi ji, to my Adani colleagues who put their heart and soul into this project. ഉമ്മൻചാണ്ടിയെ മറന്നതിൽ M. വിൻസെന്റ് MLA ചടങ്ങിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിന്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൽ എല്ലാവർക്കും യോജിപ്പാണ്. അതുകൊണ്ട് തന്നെ വികസന വഴിയിലെ കുതിപ്പിനാണ് വിഴിഞ്ഞം തുറമുഖത്ത് ഈ ചടങ്ങ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറമാൻ MS സുഹിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.